അബുദാബിയിൽ സ്റ്റുഡിയോ വില്ലയ്ക്ക് 24,000 ദിർഹമായിരുന്നത് ഇപ്പോൾ 40,000 ദിർഹം. വില്ല 1 ബെഡ്റൂമിന് 55,000 ദിർഹം, 2 ബെഡ്റൂമിനാണെങ്കിൽ 65,000 ദിർഹം. ഇനി ഡെപ്പോസിറ്റിലേക്ക് വന്നാൽ 2,000 ദിർഹം. ഓഫീസ് ചാർജ് 1,000 ദിർഹം. ബ്രോക്കർമാർക്ക് 5% കമ്മീഷൻ. പ്രവാസികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന വാടക പ്രശ്നങ്ങൾ വലിയൊരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. കെട്ടിട ഉടമകൾ പുതിയ തന്ത്രങ്ങളിലൂടെ വാടക വർദ്ധിപ്പിക്കുമ്പോൾ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം വാടകയ്ക്ക് മാത്രമായി ചെലവഴിക്കേണ്ട അവസ്ഥയിലാണ് യുഎഇയിലെ പല പ്രവാസികളും. വില്ലകളുടെ വാടക ഒറ്റയടിക്ക് ഇരട്ടിയിലേറെ വർദ്ധിപ്പിക്കാൻ കെട്ടിടം നടത്തിപ്പുകാർ പുതിയ തന്ത്രങ്ങളുമായി എത്തുമ്പോൾ വരുമാനം മുഴുവൻ വാടകയ്ക്കായി ചെലവഴിക്കേണ്ട ഗതികേടിലാണ് പ്രവാസികളിൽ പലരും. നിലവിലുള്ള താമസക്കാരെ പല മാർഗങ്ങളിലൂടെ ഒഴിപ്പിച്ച ശേഷം പുതിയ ആളുകൾക്ക് കൂടിയ തുകയ്ക്ക് വില്ലകൾ വാടകയ്ക്ക് നൽകുകയാണ് നടത്തിപ്പുകാർ. നിലവിലെ താമസക്കാർക്ക് കുറഞ്ഞ ദിവസത്തിനകം മറ്റൊരു വീട് കണ്ടെത്തി മാറുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പുതിയതായി വീട് അന്വേഷിച്ചെത്തുന്നവർക്കാകട്ടെ വൻതുക വാടക ഇനത്തിൽ നൽകേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. കീശയിൽ ഒതുങ്ങുന്ന വാടക സ്ഥലം കിട്ടാതെ നെട്ടോട്ടം ഓടുകയാണ് പല കുടുംബങ്ങളും. യുഎഇയിൽ ഒരു വില്ലയിൽ ഒന്നിലേറെ കുടുംബങ്ങൾ താമസിക്കാൻ പാടില്ലെന്നുള്ളതാണ് നിയമം. അതിനാൽ തന്നെ പെട്ടെന്നൊഴിയാൻ ആവശ്യപ്പെടുമ്പോൾ ആരും പരാതിപ്പെടാൻ തയ്യാറാകാറില്ല. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പില്ലാതെ കുടിയൊഴിപ്പിക്കൽ തുടരുകയാണ്. ഒന്നിലേറെ കുടുംബങ്ങൾ താമസിക്കരുതെന്നുണ്ടെങ്കിലും വാടക താങ്ങാൻ പറ്റാത്ത പലരും പതിറ്റാണ്ടുകളായി ഇങ്ങനെ ഒരുമിച്ച് താമസിച്ചു വരുന്നുണ്ട്. സ്വദേശികളുടെ വില്ലകൾ മൊത്തത്തിൽ വാടകയ്ക്കെടുക്കുന്നവർ ഓരോ മുറിയും ഓരോ കുടുംബത്തിന് എന്ന രീതിയിൽ അനുയോജ്യമാകും വിധം ഭേദഗതി ചെയ്ത് പലർക്കായി വാടകയ്ക്ക് നൽകുകയാണ് ചെയ്യുന്നത്. വില്ലയിൽ താമസിക്കുന്നതിനുള്ള താൽക്കാലിക കരാർ നടത്തിപ്പുകാർ നൽകുമെങ്കിലും ഇതിന് നിയമപരമായ സാധ്യതയില്ല. ഫ്ളാറ്റിലെ വാടക വർധനയിൽ നിന്ന് രക്ഷപ്പെടാനാണ് കുറഞ്ഞ വരുമാനക്കാരായ കുടുംബങ്ങൾ ദൂരദിക്കുകളിൽ വില്ലകളിലെ ചെറിയ മുറികളിൽ പരിമിത സൗകര്യങ്ങളിൽ ഒതുങ്ങിക്കൂടുന്നത്. മനസ്സിനിണങ്ങും വിധം നല്ലൊരു താമസ സ്ഥലം കണ്ടെത്താനും ജീവിതം സാധാരണ നിലയിലായി വരുത്താനുമൊക്കെ മാസങ്ങൾ എടുക്കും. അപ്പോഴായിരിക്കും താമസം ഒഴിയാൻ ആവശ്യപ്പെടുന്നത്. ബലദിയ നഗരസഭ ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതായും 3 ദിവസത്തിനകം താമസം ഒഴിയണമെന്നാണ് കെട്ടിട നടത്തിപ്പുകാർ താമസക്കാരെ അറിയിക്കുന്നത്. നടത്തിപ്പുകാർ തന്നെ ഇടയ്ക്കിടെ മണിക്കൂറുകളോളം വൈദ്യുതി വിച്ഛേദിക്കാറുണ്ടെന്നും ആരോപണമുണ്ട്. ഇങ്ങനെ നിർബന്ധിച്ച് താമസക്കാരെ ഒഴിപ്പിച്ച ശേഷം പെയിന്റ് അടിച്ചും അറ്റകുറ്റപ്പണി ചെയ്തുമൊക്കെ കൂടിയ തുകയ്ക്ക് പുതിയ ആളുകൾക്ക് വാടകയ്ക്ക് നൽകുകയാണ് നിലവിൽ ചെയ്തു വരുന്നത്. ഇതിൽ നിരവധി മലയാളി കുടുംബങ്ങളും കുടുങ്ങി പോകുന്നുണ്ട്. ഇനി ഒരു ഫ്ലാറ്റ് എടുക്കാമെന്ന് വിചാരിച്ചാലോ? അവിടെയും ഉണ്ട് പ്രശ്നം. പൊള്ളും വില പേടിച്ച് ഫ്ലാറ്റ് എടുക്കാമെന്ന് കരുതി അന്വേഷിച്ചവരാകട്ടെ അതിന്റെ വാടക കേട്ട് ബോധം കെട്ട് വീഴുന്ന അവസ്ഥയിലാണ്. മുസഫ ഷാബിയ 9-ൽ 2 ബെഡ്റൂം ഫ്ലാറ്റിന് 90,000 ദിർഹം. നേരത്തെ 55,000 ദിർഹത്തിന് കിട്ടിയിരുന്ന ഫ്ലാറ്റുകളാണിവ എന്ന് എടുത്തു പറയണം. അപ്പൊ എത്ര കൂടുതലാണ് വാടക എന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. സ്റ്റുഡിയോ എന്ന പേരിൽ നൽകിയിരുന്ന വലിയ മുറികൾ 1 ബെഡ്റൂം ഫ്ലാറ്റ് ആക്കി മാറ്റി വാടക കൂട്ടിയവരും ഒട്ടേറെയുണ്ട്. അബുദാബിയിൽ ഇത്തിഹാദ് പാസഞ്ചർ റെയിൽ ഈ വർഷം ആരംഭിക്കാനിരിക്കെ മുസഫ ഷാബിയ പ്രദേശത്തെ ബഹുനില കെട്ടിട വാടക കുത്തനെ കൂട്ടിയിട്ടുണ്ട്. 1 ബെഡ്റൂമിന് ഇപ്പോൾ 55,000 ദിർഹം കൊടുക്കണം. 2 ബെഡ്റൂം ഫ്ലാറ്റിന് 90,000 ദിർഹം വരെ. ഗൾഫ് പ്രവാസികളുടെ സമ്പാദ്യശീലങ്ങളെയും ജീവിത രീതിയെയും അടിപിടി ഉലയ്ക്കുന്ന രീതിയിലാണ് യുഎഇയിലെ നിലവിലെ വാടക വർധനവ്. പരിമിതമായ വരുമാനത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന സാധാരണക്കാരായ പ്രവാസികൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇന്നത്തെ താമസ ചെലവ്. വില്ലകളിലെ ചെറിയ മുറികളിൽ ആശ്വാസം കണ്ടെത്തിയിരുന്നവർ പോലും ഇപ്പോൾ പെരുവഴിയിലാകുന്ന അവസ്ഥയാണ്. വരും കാലങ്ങളിൽ ഒരു വലിയ തുക വാടക ഇനത്തിൽ മാത്രം മാറ്റിവെക്കേണ്ടി വരുന്നത് പ്രവാസികളുടെ നാട്ടിലെ സ്വപ്നങ്ങളെയും നിക്ഷേപങ്ങളെയും കടുത്ത പ്രതിസന്ധിയിലാക്കുന്നതാണ്. നിയമപരമായ നൂലാമാലകളും കെട്ടിടം നടത്തിപ്പുകാരുടെ കടുംപിടുത്തങ്ങളും പ്രവാസ ജീവിതത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. വാടക വർധനവ് വെറുമൊരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, മറിച്ച് ആയിരക്കണക്കിന് പ്രവാസികളുടെ സ്വൈര ജീവിതത്തെ ബാധിക്കുന്ന സാമൂഹിക പ്രശ്നം കൂടിയാണ്. നഗരവികസനവും മെട്രോ റെയിൽ പോലുള്ള പുതിയ പദ്ധതികളും നാടിന് ഗുണകരമാകുമെങ്കിലും അതിന്റെ പേരിൽ സാധാരണക്കാരുടെ കീശ ചോർത്തുന്ന പ്രവണത ആശങ്കാജനകമാണ്. കുറഞ്ഞ വരുമാനക്കാർക്കായി പ്രത്യേകം പാർപ്പിട പദ്ധതികൾ സർക്കാർ തലത്തിൽ ഉറപ്പിക്കാത്ത പക്ഷം പല പ്രവാസികൾക്കും കുടുംബങ്ങളെ നാട്ടിലേക്ക് തിരിച്ചയച്ച് ബാച്ചിലർ ജീവിതത്തിലേക്ക് മടങ്ങേണ്ടി വരും. വരും വർഷങ്ങളിൽ പ്രവാസ ലോകത്തെ ജീവിത ചെലവ് ക്രമീകരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഫലപ്രദമായ ഇടപെടലുകൾ അനിവാര്യമാണ്. വരും വർഷങ്ങളിലെ പ്രവാസ ജീവിത ചെലവ് ക്രമീകരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഫലപ്രദമായ ഇടപെടലുകൾ ആവശ്യമാണ്. നമുക്കറിയാം, ഒരു പ്രവാസിയുടെ ആദ്യത്തെ പ്രശ്നം വിസ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. കയ്യിലുള്ള കാശ് മുഴുവൻ കൊടുത്തും നാട്ടിലുള്ള വീടും സ്വർണവും ഒക്കെ പണയം വെച്ചും ഒക്കെയാണ് പലരും വിസ സംഘടിപ്പിക്കുന്നത്. വിസ കിട്ടി ഗൾഫിൽ എത്തിക്കഴിഞ്ഞാല് അടുത്തത് തങ്ങാനൊരിടമാണ്.
ചിലരാണെങ്കിൽ ഷെയറിങ് നോക്കും, മറ്റു ചിലരാണെങ്കിൽ വാടകയ്ക്ക് എടുക്കും. വീടോ ഫ്ലാറ്റോ അപ്പാർട്ട്മെന്റോ ഒക്കെ വാടകയ്ക്ക് എടുത്ത് കുറച്ചുകൂടി സൗകര്യമായി കഴിഞ്ഞാൽ നാട്ടിലെ കുടുംബത്തെ അവർ കൂടെ കൂട്ടും. അപ്പൊ ഇന്ന് പ്രവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രതിസന്ധി ഈ വാടക ഇങ്ങനെ കുത്തനെ കൂട്ടുന്നതാണ്. ഒരു അടിസ്ഥാനവും ഇല്ലാതെ വാടക കുത്തനെ കൂട്ടുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സാമ്പത്തിക ബാധ്യതയാണ്. ഗൾഫിൽ ഉണ്ടാക്കുന്ന പണം മുഴുവൻ അല്ലെങ്കിൽ അതിന്റെ നല്ലൊരു ഭാഗം മുഴുവൻ വാടകയ്ക്കായിട്ട് കൊടുക്കേണ്ടി വരുമ്പോൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൽ കുറവ് വരും. അത് നാട്ടിലുള്ള കുടുംബങ്ങളെ ബാധിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഒക്കെ അത് തട്ടിത്തെറിപ്പിക്കുന്നത് പോലെയാണ്.